ചങ്ങായി വ്ലോഗ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതം പാർട്ട് 2-വിൽ യൂണിറ്റ് 7 കുറയ്ക്കണോ കൂട്ടണോ. കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ. മുത്തുകളിടാം, ഒഴിഞ്ഞ പാത്രം നിറയ്ക്കാം. 100 മുത്തുകളിൽ നിന്ന് ഓരോന്ന് വീതം എണ്ണിയെടുക്കണേ. മുത്തുകളിടാം കളി കളിച്ചില്ലേ? 100 മുത്തുകളിൽ നിന്ന് ഓരോന്ന് വീതം എണ്ണിയെടുത്ത് ഒഴിഞ്ഞ പാത്രം നിറച്ചു അല്ലേ. ഇനി നമുക്ക് ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കിയാലോ. നമ്പർ 1, കൈവശമുള്ള മുത്തുകളുടെ എണ്ണം 90. 100 ആകാൻ വേണ്ട മുത്തുകളുടെ എണ്ണം. 100 ആകാൻ ഇനി എത്ര മുത്ത് വേണം? 90നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും എന്ന് നോക്കിയാൽ മതി അല്ലേ. അല്ലെങ്കിൽ 100ൽ നിന്ന് 90 കുറച്ചാൽ എത്ര കിട്ടും എന്ന് നോക്കിയാലും മതി. നമുക്കിതിൽ ഏറ്റവും എളുപ്പം 90നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും എന്ന് നോക്കലാണ്. 90 കഴിഞ്ഞാൽ നമ്മൾ 91, 92, 93, 94, 95, 96, 97, 98, 99, 100. അപ്പോൾ എത്ര എണ്ണം കൂട്ടിയപ്പോഴാണ് 100 ആയത്? 10 എണ്ണം കൂട്ടിയപ്പോഴാണ് 100 ആയത്. ഇനി രണ്ടാമത്തേത്, കൈവശമുള്ള മുത്തുകളുടെ എണ്ണം 75. അപ്പോൾ 100 ആകാൻ ഇനി എത്ര മുത്തുകൾ കൂടി വേണം? 75നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 75നോട് 10 കൂട്ടിയാൽ 80, 85. 75നോട് എത്ര കൂട്ടിയാൽ 100 ആകും? 25 കൂട്ടിയാൽ 100 ആകും. അടുത്ത മൂന്നാമത്തേതിൽ കൈവശമുള്ള മുത്തുകളുടെ എണ്ണം തന്നിട്ടില്ല. അതിനോടുകൂടി 20 കൂട്ടിയാൽ 100 ആകും. എത്ര എണ്ണമാണെന്ന് തന്നിട്ടില്ല. അപ്പോൾ 20നോട് എത്ര കൂട്ടിയാൽ 100 ആകുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. 20നോട് 10 10 വീതം കൂട്ടി നോക്കൂ. 80 കൂട്ടിയാൽ 100 ആകും. അപ്പോൾ അവിടെ നമ്മൾ 80 എന്ന് എഴുതണം. അടുത്തതിലെ കൈവശമുള്ള മുത്തുകളുടെ എണ്ണം 50 ആണ്. ഇനി എത്ര മുത്ത് കൂട്ടിയാലാണ് 100 ആവുക? 50 50 ആണ് 100. അപ്പോൾ 100 ആകാൻ വേണ്ട മുത്തുകളുടെ എണ്ണം 50. കൈവശമുള്ള മുത്തുകളുടെ എണ്ണം ഇവിടെ തന്നിട്ടില്ല. 100 ആകാൻ ഒരു മുത്ത് കൂടി ചേർത്താൽ മതി. അപ്പോൾ 1 ഇവിടെ ഉള്ളൂ, 1 ചേർക്കണ്ടുള്ളൂ. 1 ചേർക്കണ്ടുള്ളൂ എങ്കിൽ കൈവശം എത്ര എണ്ണം ഉണ്ടായിരിക്കും? 99. ഇനി അടുത്തതിലും കൈവശമുള്ള മുത്തുകളുടെ എണ്ണം തന്നിട്ടില്ല. 12 കൂട്ടിയാൽ 100 ആകും. അപ്പോൾ 12നോട് എത്ര കൂട്ടിയാൽ 100 ആകും എന്ന് നമ്മൾ നോക്കണം അല്ലേ. അല്ലെങ്കിൽ 100ൽ നിന്ന് 12 കുറച്ചാൽ എത്ര കിട്ടും? അപ്പോൾ 88 എന്ന് കിട്ടും. അടുത്തതിൽ കൈവശമുള്ള മുത്തുകളുടെ എണ്ണം 33 ആണ്. 33നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ 67 എന്ന് കിട്ടും. ഞാൻ കണക്കാക്കിയ രീതി. അപ്പം നിങ്ങൾക്കിതിൽ കുറയ്ക്കലിനേക്കാൾ എളുപ്പം തോന്നുന്നത് കൂട്ടി നോക്കലായിരിക്കും അല്ലേ. ഇപ്പോൾ 90നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും? അപ്പോൾ 10 എന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതേപോലെ 75നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും? അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ കണക്കാക്കിയ രീതി എന്നും കൂടി ഇവിടെ എഴുതണം. ഞാൻ കണക്കാക്കിയ രീതി 90നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും, 75നോട് എത്ര കൂട്ടിയാൽ 100 കിട്ടും. അങ്ങനെ മുത്തുമാറ്റാം. മുത്തുകളിടാം കളിക്കായി ഓരോ കുട്ടിയും 100 മുത്ത് വീതം കൊണ്ടുവന്നു. 10 കുട്ടികൾ കൊണ്ടുവന്ന മുത്ത് ഒരു പാത്രത്തിൽ ഇട്ടു. പാത്രത്തിൽ ആകെ എത്ര മുത്താണ്? ഒരു കുട്ടി 100 മുത്ത് കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ 10 കുട്ടി 10 100 100 മുത്തുകൾ അവിടെ ഉണ്ട് അല്ലേ. 10 100 കൂട്ടിയാൽ എത്രയാണ്? 10 100 കൂട്ടി നോക്കണോ? കൂട്ടി നോക്കാം. 10 100 1000, അതായത് 1000 മുത്തുകൾ. ടീച്ചർ പാത്രത്തിൽ നിന്ന് ഒരു മുത്ത് എടുത്തു മാറ്റി. ഇപ്പോൾ പാത്രത്തിലെ മുത്തുകൾ 1000ൽ നിന്ന് ഒരു മുത്ത് മാറ്റി. അപ്പോഴോ
999 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 999 കൂട്ടണം 1 സമം 1000. അത് നമുക്കറിയാം. പാത്രത്തിൽ എത്ര മുത്തുകൾ ഉണ്ടായിരുന്നു? 1000. അതിൽ നിന്ന് 1 എടുത്തു മാറ്റിയപ്പോൾ 999. 999നോട് 1 കൂട്ടുമ്പോൾ 1000 കിട്ടും. 1000-ൽ നിന്ന് 1 കുറച്ചാൽ 1000 കുറയ്ക്കണം 1 സമം 999. 999 മുത്തിൽ നിന്ന് ഓരോ ഗ്രൂപ്പിനും 111 വീതം നൽകി. ഓരോ പ്രാവശ്യവും ബാക്കി വന്ന എണ്ണം എഴുതൂ. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇത് കുറച്ചിട്ട് നമ്മളിവിടെ എഴുതണം. 999 കുറയ്ക്കണം 111 സമം 888. 888 കുറയ്ക്കണം 111 സമം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവും അല്ലേ? 8-ൽ നിന്ന് 1 കുറയ്ക്കുകയാണ്. 8-ൽ നിന്ന് 1 കുറച്ചാൽ 7, 8-ൽ നിന്ന് 1 കുറച്ചാൽ 7, 8-ൽ നിന്ന് 1 കുറച്ചാൽ 7. അപ്പോൾ 777 എന്ന് കിട്ടുന്നുണ്ട് അല്ലേ? നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? എത്ര ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ? നമ്മളൊന്ന് കൂട്ടി നോക്കൂ, ഒന്ന് എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 ഗ്രൂപ്പുകളുണ്ട്. 9 ഗ്രൂപ്പുകൾക്ക് 111 വീതം മുത്തുകൾ കൊടുക്കുകയാണ്. എത്ര ഗ്രൂപ്പിനാണ് മുത്ത് കിട്ടിയത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? എത്ര ഗ്രൂപ്പിന് കിട്ടുമെന്ന്. ആദ്യത്തെ ഗ്രൂപ്പിൻ്റെത് അവിടെ തന്നിട്ടുണ്ട്. 999 കുറയ്ക്കണം 111 സമം 888. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് 888 കുറയ്ക്കണം 111 സമം എത്രയാണ്? 8-ന്ന് 1 കുറച്ചാൽ 7, 8-ന്ന് 1 കുറച്ചാൽ 7, 8-ന്ന് 1 കുറച്ചാൽ 7. ഇനി നമ്മൾ അടുത്തത് 777 കുറയ്ക്കണം 111 സമം 7-ന്ന് 1 കുറച്ചാൽ 6, 7-ന്ന് 1 കുറച്ചാൽ 6, 7-ന്ന് 1 കുറച്ചാൽ 6, 666. ഇനി 666-ൽ നിന്ന് 111 കുറയ്ക്കുക. അടുത്ത ഗ്രൂപ്പിന് കൊടുക്കുകയാണ് അല്ലേ? 6-ന്ന് 1 കുറച്ചാൽ 5, 6-ന്ന് 1 കുറച്ചാൽ 5, 6-ന്ന് 1 കുറച്ചാൽ 5. 555 കുറയ്ക്കണം 111. അപ്പം എത്ര കിട്ടും? 5-ന്ന് 1 കുറച്ചാൽ 4, 5-ന്ന് 1 കുറച്ചാൽ 4, 5-ന്ന് 1 കുറച്ചാൽ 4, 444. ഇനി 444-ൽ നിന്ന് 111 അടുത്ത ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. അപ്പോൾ 4-ന്ന് 1 കുറച്ചാൽ 3, 4-ന്ന് 1 കുറച്ചാൽ 3, 4-ന്ന് 1 കുറച്ചാൽ 3. ഇനി 333-ൽ നിന്ന് 111 കുറയ്ക്കുക. 333 കുറയ്ക്കണം 111. 3-ന്ന് 1 കുറച്ചാൽ 2, 3-ന്ന് 1 കുറച്ചാൽ 2, 3-ന്ന് 1 കുറച്ചാൽ 2. ഇനി അടുത്ത ഗ്രൂപ്പിന് കൊടുക്കാം. 222-ൽ നിന്ന് 111 കുറയ്ക്കാം. 2-ന്ന് 1 കുറച്ചാൽ 1, 2-ന്ന് 1 കുറച്ചാൽ 1, 2-ന്ന് 1 കുറച്ചാൽ 1. ഇനി അടുത്തത് 111 മുത്താണുള്ളത്. അതിൽ നിന്ന് 111 മുത്ത് കുറയ്ക്കാം. അടുത്ത ഗ്രൂപ്പിന് കൊടുക്കുകയാണ്. അപ്പോൾ 1-ന്ന് 1 കുറച്ചാൽ 0, 1-ന്ന് 1 കുറച്ചാൽ 0, 1-ന്ന് 1 കുറച്ചാൽ 0. അപ്പോൾ ഇനി ഗ്രൂപ്പുകൾക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ആകെ എത്ര ഗ്രൂപ്പിനാണ് കൊടുത്തത്? ആദ്യം ഇവിടെ 999-ൽ നിന്ന് 111 കുറച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര ഗ്രൂപ്പിന് കൊടുത്തു? 1 2 3 4 5 6 7 8 9 ഗ്രൂപ്പിന് കൊടുത്തു. 9 ഗ്രൂപ്പിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇനി മുത്തുകൾ ബാക്കിയില്ല. ഒരു സംഖ്യയിൽ നിന്ന് അതേ സംഖ്യ കുറച്ചാൽ 0 കിട്ടും. മനസ്സിലായല്ലോ എല്ലാവർക്കും? 111-ൽ നിന്ന് 111 കുറച്ചപ്പോൾ ഉത്തരം എന്തായിരുന്നു? 0. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പാഠങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.